സോ ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റിൽ ബീവറേജസ് കഴിഞ്ഞ് അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ഇതൊക്കെ കഴിഞ്ഞ് മൂന്നാമത് വരുന്നതാണ് ആൻറ്റിബയോട്ടിക്സും ബീവറേജസും കഴിഞ്ഞ് വരുന്നതാണ് ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റിൽ കെമിക്കൽസ്. സോ ആൽക്കഹോളിക് അല്ലെങ്കിൽ ഫെർമെൻറ്റഡ് ബീവറേജസ് ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റായിട്ട് നമ്മൾ മൈക്രോ ഓർഗാനിസത്തിനെ വെച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതുപോലെ ആൻറ്റിബയോട്ടിക്സും ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റായിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു മൈക്രോ ഓർഗാനിസത്തിനെ കൊണ്ട്. ഇതേപോലെ മൈക്രോ ഓർഗാനിസത്തിനെ കൊണ്ട് ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കെമിക്കൽസ്. സോ കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും മൈക്രോ ഓർഗാനിസം ഇൻഡസ്ട്രിയൽ ആയിട്ട് നമ്മൾ ലാർജ് സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് മൈക്രോ ഓർഗാനിസത്തിനെ കൊണ്ടാണ് ഇതുപോലത്തെ കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ കെമിക്കൽസ് ലൈക്ക് ഓർഗാനിക് ആസിഡ്, ആൽക്കഹോൾ ആൻഡ് എൻസൈംസ് ഇതുപോലെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മൈക്രോ ഓർഗാനിസത്തിൽ നിന്ന് തന്നെയാണ്. ആദ്യത്തെയാണ് ഓർഗാനിക് ആസിഡ്സ്. സോ ഒരുപാട് ഓർഗാനിക് ആസിഡുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് ഈ മൈക്രോ ഓർഗാനിസത്തിൽ നിന്നാണ്. ഫോർ എക്സാമ്പിൾ ആസ്പെർജില്ലസ് നൈഗർ എന്ന് പറഞ്ഞത് ഒരു ഫംഗസ് ആണ്. സോ ആസ്പെർജില്ലസ് നൈഗർ എന്ന് പറഞ്ഞ ഫംഗസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിക് ആസിഡാണ് സിട്രിക് ആസിഡ്. സോ സിട്രിക് ആസിഡ് നമുക്ക് കിട്ടുന്നത് ഏതിൽ നിന്നാണ്? ആസ്പെർജില്ലസ് നൈഗർ എന്ന് പറഞ്ഞ ഫംഗസിൽ നിന്നാണ്. അതുപോലെ തന്നെ എസറ്റോബാക്ടർ എസറ്റായി എന്ന് പറഞ്ഞ ബാക്ടീരിയത്തിൽ നിന്നാണ് അസറ്റിക് ആസിഡ് എന്ന് പറഞ്ഞ ഓർഗാനിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതൊരു കെമിക്കലാണ്. അതുപോലെ തന്നെ ക്ലോസ്ട്രീഡിയം ബ്യൂട്ടിലിക്കം എന്ന് പറഞ്ഞ ബാക്ടീരിയത്തിൽ നിന്നാണ് ബ്യൂട്രിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ ലാക്ടോബാസില്ലസ് ഡെലിബ്രൂക്കി എന്ന് പറഞ്ഞ ബാക്ടീരിയത്തിൽ നിന്നാണ് ലാക്റ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഈ പറഞ്ഞ ഫംഗസായ ആസ്പെർജില്ലസ് നൈഗറിൽ നിന്ന് സിട്രിക് ആസിഡ്, എസറ്റോബാക്ടർ എസറ്റയിൽ നിന്ന് അസറ്റിക് ആസിഡ്, ക്ലോസ്ട്രീഡിയം ബ്യൂട്ടിലിക് എന്ന് ബ്യൂട്രിക് ആസിഡ്, അതുപോലെ ലാക്ടോബാസില്ലസിൽ നിന്ന് ലാക്റ്റിക് ആസിഡ്. സോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗാനിക് ആസിഡ്സുകളൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് ടൈപ്പ് ഓഫ് ഫംഗസിൽ നിന്നും ബാക്ടീരിയത്തിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഇതൊക്കെ നമ്മൾ ലാർജ് സ്കെയിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പർപ്പസിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മൈക്രോ ഓർഗാനിസത്തിനെ. ഈ മൈക്രോ ഓർഗാനിസത്തിനെ യൂസ് ചെയ്തുകൊണ്ടാണ് ഈ പറഞ്ഞ ഓർഗാനിക് ആസിഡുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അടുത്ത കാറ്റഗറി ആൽക്കഹോൾ. സോ നമുക്ക് ആൽക്കഹോൾ അറിയാം, ബേക്കേഴ്സ് ഈസ്റ്റ് അല്ലെങ്കിൽ ബ്രൂയിങ് ഈസ്റ്റ് യൂസ് ചെയ്യുന്ന സെക്കാരോമൈസസ് സെർവീസിയയിൽ നിന്നാണ്, ആ ഈസ്റ്റിൽ നിന്നാണ് നമുക്ക് ആൽക്കഹോൾ അല്ലെങ്കിൽ ഇഥൈൽ ആൽക്കഹോൾ അല്ലെങ്കിൽ എത്തനോൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിനെ വെച്ച് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്.